നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് PV അൻവർ. അടുത്ത മാസം 15ഓടെ രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളോട് യോജിക്കുന്ന പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപനം. അൻവർ സ്ഥിരതയില്ലാത്ത നേതാവെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. ജി സുധാകരൻ, യു പ്രതിഭ, KK രമ എന്നിവർ അടക്കമുള്ള നേതാക്കളെ പാർട്ടിയിലെത്തിക്കുമെന്ന് അൻവർ. തൃണമൂൽ നേതൃത്വത്തിന് നൽകിയ കത്തും പുറത്ത്. പശ്ചിമേഷ്യ വീണ്ടും ഭീതിയിൽ. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ ആക്രമിച്ച അമേരിക്ക. ട്രംപ് ചെയ്തത് കടൽ കൊള്ളയെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ. ഇസ്ലാമാബാദിലെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നും പ്രഖ്യാപനം. ഹോർമൂസിൽ കപ്പലുകൾ തടയാൻ നിയമനിർമ്മാണത്തിന് ഇറാൻ. എണ്ണവിലയിൽ വീണ്ടും വർധനവ്. ഡ്രൈവറുടെ പരിചയക്കുറവ് വാൽപ്പാറ അപകടത്തിന് കാരണമായെന്ന് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗിയർ ഡൗൺ ചെയ്തിറങ്ങാത്തത് അപകട കാരണം. വളവിൽ വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല. വാഹനത്തിന് തകരാർ കണ്ടെത്താനായില്ലെന്നും RTOയുടെ കണ്ടെത്തൽ. ചുരം വളവിൽ എല്ലായിടത്തും ബാരിക്കേഡ് സ്ഥാപിക്കാൻ ശുപാർശ. സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട് 4 ദിവസം വരെ തുടരും. പാലക്കാട് 40 ഡിഗ്രി വരെയും കൊല്ലത്ത് 39 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യത. അൾട്രാവയലറ്റ് വികിരണ തോത് ഉയർന്നു തന്നെ. നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. പലയിടത്തും വേനൽ മഴ പെയ്തതോടെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷം. ഛത്തീസ്ഗഡിൽ പ്രൈവറ്റ് ജെറ്റ് വിമാനം തകർന്നു വീണു. 2 മരണം. സംഭവം വനമേഖലയിൽ. രക്ഷാപ്രവർത്തകർ സ്ഥലത്ത്. IPL ഇന്ന് മുംബൈ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. വിശദമായി നോക്കാം. നിലമ്പൂർ മുൻ MLA PV അൻവർ തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. TMC സംസ്ഥാന കൺവീനർ സ്ഥാനം രാജിവെച്ച അൻവർ മെയ് 15-നുള്ളിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ ഭാഗത്തുനിന്ന് സഹായമൊന്നും ലഭിക്കാതെ വന്നതോടെയാണ് അൻവർ പാർട്ടി വിട്ടത്. സംസ്ഥാനത്ത് UDFന്റെ ഭാഗമായി നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ഇടതുമുന്നണിയുമായി അകന്ന PV അൻവർ 2025 ജനുവരിയിലാണ് ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത്. മമതാ ബാനർജിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ പിന്തുണയോടെ മത്സരിച്ചുവെങ്കിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസിനോടടുത്തു. എന്നാൽ ഘടകകക്ഷിയാകാതെ അസോസിയേറ്റ് മെമ്പർ എന്ന സ്ഥാനത്ത് നിലകൊണ്ടു. അങ്ങനെ ബേപ്പൂരിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. പക്ഷേ ബംഗാളിൽ കോൺഗ്രസിന്റെ പ്രധാന ശത്രുവായ തൃണമൂൽ അൻവറിന്റെ കോൺഗ്രസ് സഹകരണത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ പ്രചരണത്തിന് ഇറങ്ങുകയോ സാമ്പത്തികമായി സഹായിക്കുകയോ ചെയ്തില്ല. ഇതോടെയാണ് അൻവർ തൃണമൂൽ ബന്ധം അവസാനിപ്പിച്ച് പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDFനോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് അൻവറിന്റെ നിലപാട്. രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയുമായി ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിരുന്നു. ഇനി അത് പുതിയ പാർട്ടിയുടെ ഭാഗമായി മാറുമെന്നാണ് അൻവറിന്റെ അവകാശവാദം. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകില്ലെന്നും പിണറായിസത്തിന് അറുതി ഉണ്ടാകുമെന്നും അൻവർ പറയുന്നു. ജനാധിപത്യ പാർട്ടിയായതുകൊണ്ടാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരെക്കുറിച്ചുള്ള ഇത്രയധികം ചർച്ച എന്നുള്ളതാണ് അൻവറിന്റെ പക്ഷം. അതേസമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അട്ടിമറി നടത്താനുള്ള ശ്രമമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് CPM ചെയ്യുന്നതെന്ന് കോഴിക്കോട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അൻവർ പ്രതികരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.
കോഴിക്കോട് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്ന് അട്ടിമറിക്ക് ശ്രമമെന്ന പരാതിയുമായി UDF. പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുള്ള റൂം തുറന്നുവെന്ന് ആരോപിച്ചാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം പോളിംഗ് രേഖകൾ സൂക്ഷിച്ച് സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥിമാരുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT കോളേജിലെ സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നെന്നാണ് UDFന്റെ ആരോപണം. പിന്നിൽ അട്ടിമറിയാണെന്നാരോപിച്ച് UDF നേതാക്കളും സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും MA റസാഖും ഫാത്തിമ തെഹ്ലെ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പ്രതിഷേധം അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ അറിവോടുകൂടിയല്ല മുറി തുറന്നതെന്ന് UDF ആരോപിച്ചു. കൃത്യമായ നോട്ടീസില്ലാതെ മുറി തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് 11 മണിയോടെ മുറി തുറക്കുന്നുവെന്ന് മെയിൽ വന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ തുറന്നിരുന്നുവെന്നും പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ പ്രതികരിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു മൂവ്മെന്റ് ഒരു റൂമും ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. മെയിൽ അയക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് തുറക്കണം, അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 11 മണിയാവുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെയിൽ അവര് ഫോർവേഡ് ചെയ്തു. ആ സമയത്ത് ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു. കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രവേശനമുള്ള സ്ട്രോങ് റൂമിൽ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം പോലുമില്ലാതെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എന്തിനു പോയെന്ന് വ്യക്തമാക്കണമെന്ന് MK രാഘവൻ MPയും പ്രതികരിച്ചു. ഇവരെന്തു ചെയ്യുന്നു ആർക്കും അറിയില്ല. എന്തിനാണ് ആരാകത്ത് കടന്നത്? സെൻട്രൽ ഫോഴ്സ് മാത്രം ഉള്ളിൽ പോകേണ്ട സ്ഥാനത്ത് എന്താ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ് പോയി എന്തിനാ പോയത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനായി പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ തുറന്നതെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളോ പോസ്റ്റൽ ബാലറ്റുകളോ സൂക്ഷിച്ച മുറിയല്ല തുറന്നതെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഈ പ്രദേശം പൂർണ്ണമായും BSFന്റെ സുരക്ഷയിലാക്കണമെന്നും സ്ട്രോങ് റൂമിന്റെ പരിസരത്തുള്ള സ്പെയർ റൂം പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നും UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യവകുപ്പ് ശസ്ത്രക്രിയാ പിഴവിൽ മാർഗരേഖ പുറത്തിറക്കി. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണമെന്നും ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമാണെന്നും നിർദ്ദേശമുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടണം. അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ എന്ന് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ശസ്ത്രക്രിയാ രംഗത്തെ പിഴവുകൾ കുറയ്ക്കുന്നതിനായി സർജിക്കൽ പ്രോട്ടോകോൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. ചെറുതും വലുതുമായ എല്ലാ ശസ്ത്രക്രിയകൾക്കും മാർഗനിർദ്ദേശം ബാധകമാണ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഇനി മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, നശിപ്പിക്കുന്ന വസ്തുക്കൾ എന്നിവയുടെ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വൈറ്റ് ബോർഡിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പേരും എണ്ണവും രേഖപ്പെടുത്തണം. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഉപകരണങ്ങളുടെ എണ്ണം പരിശോധിച്ച് ചെക്ക് ലിസ്റ്റ് ബന്ധപ്പെട്ട മേധാവിക്ക് കൈമാറണം. മാർഗനിർദ്ദേശം നടപ്പായാൽ ആർക്കും പരസ്പരം പഴിചാരാൻ സാധിക്കില്ലെന്നും 23 പേജുള്ള മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ വാർത്തയാകുന്ന കാലത്ത് പുതിയ മാർഗരേഖ ആശ്വാസമാകുമെന്ന് തീർച്ചയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 9 പേരുടെ മരണത്തിനിടയാക്കിയ വാൽപ്പാറ വാഹനാപകടത്തിന് കാരണമായത് ഡ്രൈവറുടെ പരിചയക്കുറവും അശ്രദ്ധയുമാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ചുരമിറങ്ങുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണ് വാൻ നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയാൻ കാരണം. പൊള്ളാച്ചി RTO തമിഴ്നാട് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പൊള്ളാച്ചി RTO സെഞ്ചരിയൻ തമിഴ്നാട് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡ്രൈവറുടെ അശ്രദ്ധയും പരിചയക്കുറവുമാണ് അപകടത്തിന് കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടിയത്. ചുരമിറങ്ങുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ വന്ന വീഴ്ചയാണ് വാഹനം നിയന്ത്രണം വിട്ട് മറിയാൻ ഇടയാക്കിയത്. ചുരമിറങ്ങുമ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നതിനു പകരം ഡ്രൈവർ അമിതമായി ബ്രേക്ക് ഉപയോഗിച്ചു. ഇത് ബ്രേക്കിന്റെ കാര്യക്ഷമത കുറയാൻ കാരണമായിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാഹനത്തിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നും കാലാവസ്ഥാ പ്രശ്നങ്ങളോ കാഴ്ച തടസ്സമോ അപകട സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
വളവ് തിരിയുന്നതിനിടയിൽ പാലിക്കേണ്ട ജാഗ്രത ഡ്രൈവർ പുലർത്തിയില്ല. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനാൽ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഡ്രൈവറുടെ മൊഴി ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ. അതേസമയം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ചുരം റോഡിൽ ഉടനീളം ശക്തമായ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നും RTO ശുപാർശ ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. കർണാടകയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന. തമിഴ്നാട് PCC അധ്യക്ഷൻ കെ സെൽവ പെരിന്തഗയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തി. കർണാടകയിൽ MLA NA ഹാരിസിന്റെ വസതിയിലും ഓഫീസുകളിലുമാണ് ED റെയ്ഡ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. കർണാടകയിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ഇന്ന് പുലർച്ചെ മുതൽ കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തിയത്. കർണാടകയിൽ കോൺഗ്രസ് MLAയും മലയാളിയുമായ NA ഹാരിസിന്റെ വീടുൾപ്പെടെ 12 ഇടങ്ങളിൽ ED പരിശോധന നടത്തി. MLAയുടെ മക്കളായ മുഹമ്മദ് ഹാരിസ്, ഒമർ ഫാറൂഖ് എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലും അന്വേഷണ സംഘം എത്തി. അനധികൃത ബിറ്റ്കോയിൻ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തുവെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നേരത്തെ കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിൽ ED അന്വേഷണം ആരംഭിച്ചത്. ബംഗളൂരു ശാന്തിനഗർ MLA ആയ ഹാരിസ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. തമിഴ്നാട്ടിൽ PCC അധ്യക്ഷൻ കെ ശെൽവ പെരുന്തഗയുടെ വീട്ടിൽ ആദായനികുതി വകുപ്പും റെയ്ഡ് നടത്തി. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ധാരണ. ഇന്ത്യയിൽ കൊറിയൻ വ്യാവസായിക ടൗൺഷിപ്പുകൾ സ്ഥാപിക്കുമെന്നും പുതിയ വ്യാപാര കരാറിന് രൂപം നൽകുമെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ലീ ജെ മ്യൂങ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ വ്യാപാര വാണിജ്യ മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള കരാറുകൾ ഉഭയകക്ഷി ചർച്ചയിൽ ഒപ്പുവെച്ചു. ദക്ഷിണ കൊറിയയുമായി വ്യാപാരം $27 ബില്യൺ എത്തിയെന്നും 2030 ആകുമ്പോഴേക്കും ഇത് $50 ബില്യൺ ഉയർത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു. കൊറിയൻ ചെറുകിട സംരംഭങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്നും സാങ്കേതിക വിദ്യയിലും സഹകരണം വർദ്ധിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. दोनों देशों के बीच फाइनेंशियल फ्लोस को सुगम बनाने के लिए हमने भारत कोरिया फाइनेंशियल फोरम की शुरुआत की है. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധികളും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയും പ്രധാനമന്ത്രിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും വിശദമായി ചർച്ച ചെയ്തു. കപ്പൽ നിർമ്മാണം, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണ്. പൊള്ളുന്ന ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പകൽ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് പരമാവധി ഒഴിവാക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്നതിനാലാണ് ഫിസിക്കൽ വിദ്യാഭ്യാസം പാടില്ല എന്ന തീരുമാനമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS. അങ്കണവാടികളിൽ നിയന്ത്രണമില്ല. അങ്കണവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്നും മാറ്റിവെക്കാനാകാത്ത പരീക്ഷകളുണ്ടെങ്കിൽ ചൂടിനെ അതിജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയ ശേഷം നടത്താമെന്നും കളക്ടർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ ഇത്തവണ അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മൾ പൊതുവേ കേരളത്തിൽ എല്ലായിടത്തും നല്ല ചൂടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പാലക്കാട് ജില്ലയിലും നല്ല രീതിയിലുള്ളൊരു ചൂട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ അവധി കൊടുക്കാം, ഫിസിക്കൽ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് അവധി കൊടുക്കാമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇല്ല, അംഗൻവാടികൾക്ക് നിയന്ത്രണമില്ല. അംഗൻവാടികൾക്ക് ഇപ്പം അതെപ്പോഴും പേരൻസിൻ്റെ ചോയ്സ് ആണല്ലോ. അംഗൻവാടികളിൽ വിടാതിരിക്കാം, കുട്ടികളെ വിടാതിരിക്കണമെങ്കിൽ പേരൻസിന് അത് ചെയ്യാം. അംഗൻവാടികൾ നിർത്തലാക്കി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം ചില പേരൻസിനെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഡെയിലി വേജിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ആ വീടിൻ്റെ ലൈവ്ലിഹുഡിനെ എഫക്റ്റ് ചെയ്യാനുള്ള. കത്തിക്കാളുന്ന കൊടുംചൂടിന് ആശ്വാസമായി ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. മഴയ്ക്ക് പിന്നാലെ ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുറഞ്ഞു. 106.03 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. 5600 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ ഉയർന്ന ആവശ്യകത. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തുടർക്കഥയാകുന്നു. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മരണം പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോടാലി സ്വദേശി സിൽജോയുടെ മകൻ ആൽജോ ആണ് മരിച്ചത്. കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാരേറ്റ് പേടികുളം സ്വദേശി സുധർമ്മയാണ് മരിച്ചത്. വയനാട്ടിൽ വീട്ടുപറമ്പിൽ മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കോടാലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലായിരുന്നു സംസ്കാരം. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കിടക്കയിൽ തലയണക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ദേഹത്ത് പാമ്പ് കടിയേറ്റ അടയാളവും കണ്ടെത്തിയിരുന്നു. പാമ്പ് കടിയേറ്റ സഹോദരൻ ആനോഷ് ആശുപത്രിയിൽ തുടരുകയാണ്. അതേസമയം കിളിമാനൂരിൽ വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച് പാമ്പ് കടിയേറ്റ വീട്ടമ്മ മരിച്ചു. പേടികുളം സ്വദേശി 75 വയസ്സുള്ള സുധർമ്മയാണ് മരിച്ചത്. വലതുകാലിനാണ് കടിയേറ്റത്. രാവിലെ കിണറിന് സമീപം വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടിച്ച പാമ്പ് ഏതിനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയം വയനാട്ടിലെ വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെയും 28 കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. വയനാട് പയ്യമ്പള്ളി പടമല പൂവത്തിങ്കൽ ടോമിയുടെ പറമ്പിലാണ് മൂർഖൻ പാമ്പിനെയും 28 പാമ്പിൻ കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയത്. പ്രാദേശിക പാമ്പ് പിടുത്തക്കാർ എത്തിയാണ് മുഴുവൻ പാമ്പുകളെയും പിടികൂടിയത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും വിവിധ സമയങ്ങളിലായിരുന്നു കൊടിയേറ്റ്. ഈ മാസം 25-നാണ് പൂരവിളംബരം. 26, 27 തീയതികളിലാണ് പൂരം. ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമായി പൂരങ്ങളുടെ പൂരം എത്തിക്കഴിഞ്ഞു. കൊടിയേറ്റും നടന്നു. മാസങ്ങൾക്ക് മുൻപേ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച ദേവസ്വങ്ങളും തട്ടകക്കാരും പ്രധാന ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും ഒത്തൊരുമിച്ചു. ആചാരപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച ശേഷം ആവേശത്തോടെയാണ് കൊടി ഉയർത്തി പൂരത്തെ വരവേറ്റത്. ആദ്യം പൂരം കൊടികേറിയത് ഘടകക്ഷേത്രമായ ലാലൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു. രാവിലെ 8:15 കൊടിയേറ്റ്. ശേഷം രാവിലെ 11-നും 11:30-ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ആദ്യം തിരുവമ്പാടിയിൽ കൊടികേറി. പിന്നാലെ വലിയ പാണി കൊട്ടി പുറത്തിറങ്ങിയ പാറമേക്കാവിലമ്മ ആനപ്പുറത്തേറി പാറമേക്കാവിലും കൊടികേറി. പൂരത്തിന് മുന്നോടിയായി എല്ലാ ഘടകക്ഷേത്രങ്ങളിലും ഇനിയുള്ള 7 ദിവസവും വിശേഷാൽ പൂജയും ചടങ്ങുകളും ആറാട്ടും നടക്കും. ഏപ്രിൽ 24-ന് വൈകിട്ട് 7-ന് സാമ്പിൾ വെടിക്കെട്ടുമുണ്ടാകും. 25-ന് രാവിലെ പൂരവിളംബരം നടക്കും. 26, 27 തീയതികളിലാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ഇനിയുള്ള നാളുകളിൽ പൂരപ്രേമികളുടെ കണ്ണും കാതും തൃശൂരിലേക്കാണ്. ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ വരും ദിവസങ്ങളിൽ ആർത്തുലച്ച് തൃശൂരിലേക്കെത്തും. അമൃത ന്യൂസ്, തൃശൂർ.
വയനാട് ടൗൺഷിപ്പിലെ വിള്ളൽ വിവാദത്തിൽ പ്രതികരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയ ടെസ്റ്റിന്റെ ഭാഗമായുണ്ടായ ഷ്രിങ്കേജാണ് വയനാട് ടൗൺഷിപ്പിലുണ്ടായതെന്ന് മന്ത്രി പറഞ്ഞു. താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഇതുണ്ടാകുന്നതെന്നും മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ഇങ്ങനെ അവിടെ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വീടുകൾക്ക് വെള്ളം കിനിഞ്ഞു പോകുന്നതായി കണ്ടു. ഈ സ്ഥലങ്ങൾ നോക്കിയെടുത്ത് അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോൾ അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരമറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുന്നുണ്ടായി. ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ സ്വകാര്യ ചാർട്ടേഡ് വിമാനം തകർന്നു വീണു. ജസ്പൂരിലെ വനമേഖലയിലാണ് വിമാനം തകർന്നു വീണത്. 2 പൈലറ്റുമാർ മരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നതെന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. വിമാനം താഴ്ന്നു പറക്കുന്നതിനിടെ മരത്തിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ. ആരൊക്കെ വിമാനത്തിലുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം. വടക്കൻ ജപ്പാനിലെ സാൻറിക്കു തീരത്താണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. 3 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞു വീശിയേക്കാമെന്നും സുനാമി സാധ്യതയുണ്ടെന്നും ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ താമസക്കാരോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലാണ് പ്രഭവ കേന്ദ്രം. 10 കിലോമീറ്റർ ആഴത്തിലുള്ള ഭൂചലനം 100 കിലോമീറ്ററോളം അകലെയുള്ള ടോക്കിയോ നഗരത്തിലടക്കം പ്രകമ്പനമുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ തീരപ്രദേശങ്ങളിൽ സുനാമിയുടെ ആദ്യ തിരകൾ കണ്ടതായി ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പുകയുന്നു. 2 കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ കാങ്ചിങ് മേഖലയിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ സുരക്ഷാ സേന ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബിഷ്ണുപൂരിലെ ട്രോങ് ലാവോ ബി മേഖലയിൽ ഈ മാസം 7-ന് കുക്കീസ് ആയുധ സംഘം നടത്തിയ അക്രമത്തിലാണ് 2 കുട്ടികൾ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉഖ്രുൽ ജില്ലയിലുണ്ടായ സംഘർഷത്തിൽ വിരമിച്ച സൈനികൻ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത അമേരിക്ക. വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്നും അമേരിക്കയ്ക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രതികരിച്ചു. അതേസമയം അമേരിക്കയുമായി പുതിയ ചർച്ചകൾക്ക് പദ്ധതിയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അബ്ബാസ് അരാഖ്ചി. നേരത്തെ ചർച്ചകൾക്കിടെ US നടത്തിയ ആക്രമണങ്ങൾ മറക്കാൻ കഴിയില്ലെന്നും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക അത് ലംഘിച്ചുവെന്നും അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. US ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുമ്പ് ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായിരുന്നു. സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുകയും ഇറാനിയൻ കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തു. ഇത് വെടിനിർത്തലിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് കേരളത്തിലും പ്രതിഫലിക്കുന്നു. വോട്ട് ചെയ്യാൻ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇതോടെ സംസ്ഥാനത്തെ വ്യവസായ നിർമ്മാണ മേഖലകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല, തിരക്കുള്ള ട്രെയിനുകളിൽ അപകടകരമായ രീതിയിലാണ് അതിഥി തൊഴിലാളികളുടെ യാത്ര. വോട്ട് ചെയ്യാനായി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. യാത്രയ്ക്കായി ട്രെയിനുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ബംഗാളിലേക്കുള്ള ഷാലിമാർ ട്രെയിനിൽ കാലുകുത്താൻ പോലും ഇടമില്ലാത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. കുടുംബാംഗങ്ങളെയും ലഗേജും കൊണ്ട് വാതിലുകളിൽ തൂങ്ങിക്കിടന്ന് ജീവൻ പണയം വെച്ചാണ് പലരുടെയും യാത്ര. കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഏകദേശം 40% പേർ ബംഗാളിൽ നിന്നുള്ളവരാണ്. വോട്ട് ചെയ്യാനായി ഇവർ കൂട്ടത്തോടെ പോകുന്നത് ഇതാദ്യമായാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം, പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ആശങ്കയും ആശയക്കുഴപ്പവും ശക്തമാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ തൊഴിലാളികൾ മടങ്ങിയതോടെ പെരുമ്പാവൂരിലെ വ്യവസായ സ്ഥാപനങ്ങൾ നാമമാത്ര പ്രവർത്തനത്തിലേക്ക് ചുരുങ്ങി. കഴിഞ്ഞ മാസം വോട്ട് ചെയ്യാൻ പോയ അസം സ്വദേശികളായ തൊഴിലാളികൾ പലരും ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. കടകളും ചെറുകിട സ്ഥാപനങ്ങളും ആളൊഴിഞ്ഞ നിലയിലാണ്. ഏകദേശം ഒരു മാസത്തിന് മേളിലായിട്ട് അതിഥി തൊഴിലാളികൾ അവരുടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ പോയതുകൊണ്ട് ടൗണിൽ തീരെ തൊഴിലാളികൾ കുറവുണ്ട്. കച്ചവടം തീരെ കുറവാണ്. മെയിനായിട്ട് 4-5 ആഴ്ചയായിട്ട് ഒരാൾ പോലും കടയിലില്ല. നിലവിൽ വളരെ മോശം അവസ്ഥയിലെ കൂടെയാണ്
എല്ലാ കടയിലും, ഈ കടയിലും നല്ല പെരുമ്പാവൂർ എല്ലാ കടയിലും പോയിക്കൊണ്ടിരിക്കണതാണ്. ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് പ്ലൈവുഡ് ഫാക്ടറികൾക്ക് ആവശ്യമായ മെഥനോൾ പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വിലയായതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. ഇതോടൊപ്പം അസമിലെ ബിഹു ആഘോഷവും ബംഗാളിലെ പഹല വൈശാഖ് ആഘോഷവും തൊഴിലാളികളുടെ മടക്കയാത്ര വൈകിപ്പിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചുള്ള കേരളത്തിലെ വ്യവസായ മേഖല ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് നിലവിലുള്ളതെന്ന് പ്ലൈവുഡ് മേഖലയിലെ സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ഇലക്ഷൻ സമയങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴുള്ളൊരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ട്രെയിനിലൊന്നും ടിക്കറ്റേ ഉണ്ടായിരുന്നില്ല. പലരും ഇവിടെ നിന്ന് പോയിട്ട് കോയമ്പത്തൂർ ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിന് സീറ്റ് പിടിച്ച് പോയവരുണ്ട്, നിന്ന് പോയവരുണ്ട്. അത് കൂടാതെ പെരുമ്പാവൂരിൽ നിന്ന് ബസ് പോകുന്നുണ്ട്. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിശ്ചലമായിരിക്കുകയാണ്. വൻകിട കരാറുകൾ ഏറ്റെടുത്തവർക്ക് പോലും തൊഴിലാളികളുടെ അഭാവം വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊഴിലാളികൾ തിരികെ എത്തുന്നതുവരെ സംസ്ഥാനത്ത് പല മേഖലയിലും ഈ സ്തംഭനാവസ്ഥ തുടരും. അമൃത ന്യൂസ്, കൊച്ചി. തമിഴ്നാട് വിരുദുനഗർ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരണം 25ആയി. മരിച്ച 22 പേരെ തിരിച്ചറിഞ്ഞു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഥാപന ഉടമകളുടെ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്തു. ഒളിവിലുള്ള ഉടമകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. അതിനിടെ പ്രതിഷേധ ധനസഹായം പ്രഖ്യാപിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ പറഞ്ഞു. തമിഴ്നാട് വിരുദുനഗറിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 24ആയി. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളാണ് മരിച്ചത്. മരിച്ച 20 പേരെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിരുദുനഗറിനടുത്തുള്ള കട്ടനാർപട്ടിയിലെ വനജ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലാണ് നടുക്കിയ ദുരന്തമുണ്ടായത്. സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാല ഉടമകൾക്കെതിരെ കേസെടുത്തു. ഈശ്വരി, ഭർത്താവ് മുത്തുമാണിക്യം എന്നിവരാണ് പ്രതികൾ. പ്രതികൾക്കെതിരെ 4 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. നടൻ വിജയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ നോട്ടീസ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് കോടതി നടപടി. വിജയ്ക്ക് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആദായ നികുതി വകുപ്പ് എന്നിവർക്കും ചീഫ് ജസ്റ്റിസ് എസ് എ ധർമാധികാരി, ജസ്റ്റിസ് അരുൾ മുരുകൻ എന്നിവരടങ്ങിയ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക നൽകിയപ്പോൾ വിജയ് 2 മണ്ഡലങ്ങളിൽ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ കാണിച്ച സ്വത്ത് വിവരങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് വി വിഘ്നേഷ് എന്ന വ്യക്തി സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നത്. പെരുമ്പൂർ മണ്ഡലത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ 520 കോടി രൂപയുടെ ആസ്തിയാണ് വെളിപ്പെടുത്തിയത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആസ്തി 625 കോടിയായി. 2 സത്യവാങ്മൂലങ്ങൾ തമ്മിൽ ഏകദേശം 105 കോടി രൂപയുടെ വ്യത്യാസമുണ്ടെന്നും ഇത് ഗൗരവകരമായ നിയമലംഘനമാണെന്നും ഹർജിയിൽ പറയുന്നു. ഇത്രയും വലിയ തുകയുടെ ആസ്തി ഒരു മണ്ഡലത്തിലെ സത്യവാങ്മൂലത്തിൽ നിന്നും മറച്ചുവെച്ചത് പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേടാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് സംബന്ധിച്ച് വിശദമായ മറുപടി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. വിജയ്ക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും തുടർച്ചയായി വരുന്ന ഈ കേസുകൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. വടകരയിൽ നിന്ന് കാണാതായ വിഷ്ണുവിനെ പയ്യന്നൂരിൽ നിന്ന് കണ്ടെത്തി. വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. പ്രതികരിക്കാനില്ലെന്ന് വിഷ്ണുവിന്റെ പരാതി ലഭിക്കുന്നതിനനുസരിച്ച് കേസെടുക്കുമെന്ന് വടകര CI ദിനേശ്. വിഷ്ണു 8 മാസം മുമ്പ് 10,000 രൂപയാണ് ലോൺ ആപ്പ് വഴിയെടുത്തത്. പലിശയടക്കം 22,000 രൂപയും തിരിച്ചടച്ചു. എന്നാൽ ലോൺ ആപ്പ് സംഘം വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതിനാലാണ് വിഷ്ണു നാടുവിട്ടതെന്നും വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ലെന്നും CI AV ദിനേശ് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇവർ പൂർണ്ണമായും തിരിച്ചടച്ച് കഴിഞ്ഞാലും തന്നെ ഇവർ ചെയ്യുന്നത് പൈസ വീണ്ടും അടക്കാൻ വേണ്ടി ഇവരെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ പൈസ അടക്കാതെ വരുന്ന അവസരത്തിൽ ഇവരുടെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ, അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് മോർഫ് ചെയ്ത് അത് അശ്ലീല ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഉണ്ടാക്കിയും ഇനി അതുമല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട കോൺടാക്റ്റുകളായ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളുടെയൊക്കെ ഫോൺ നമ്പറുകൾ, ആ ഫോൺ നമ്പറൊക്കെ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ വരും. അത്തരത്തിൽ ഉള്ള ഒരു ഹരാസ്മെൻറ്റ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിജയമേനി ഇത്തവണയും ആവർത്തിച്ച് കൈമനം അമൃത വിദ്യാലയം. CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 95 വിദ്യാർത്ഥികളും മികച്ച വിജയമാണ് ഈ വർഷവും സ്കൂളിന് നേടിക്കൊടുത്തത്. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്കാണ് അമൃത വിദ്യാലയങ്ങൾക്കുള്ളത്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100 മേനി വിജയവുമായി ഇത്തവണയും തിരുവനന്തപുരം കൈമനം അമൃത വിദ്യാലയം മുൻപന്തിയിലാണ്. എല്ലാ വിഷയങ്ങളിലും 100% 2 വിദ്യാർത്ഥികളാണ് കൈമനം അമൃത വിദ്യാലയത്തിൽ നിന്നുള്ളത്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ
95 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 70 പേർ ഡിസ്റ്റിങ്ഷൻ നേടി. സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മലയാളം, സംസ്കൃതം, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ സെൻറ്റവും നേടി. എ ശക്തിവേൽ, കെ ശ്രീനിധി എന്നിവർ 99.4% മാർക്കോടുകൂടി സ്കൂളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂൾ നൽകിയ മികച്ച പിന്തുണയാണ് വിജയരഹസ്യമെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്കൂളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ നല്ല മോട്ടിവേഷനും എല്ലാം ഉണ്ടായിരിക്കും. അതും ടീച്ചേഴ്സ് നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ടായാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എനിക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്ത എൻ്റെ ടീച്ചേഴ്സും എൻ്റെ പാരൻസും ആയിരുന്നു. മാർക്ക് അച്ചീവ് ചെയ്യുന്ന എല്ലാം എൻ്റെ എഫേർട്ടല്ല, എല്ലാം ബാക്കിയുള്ളവരെ സപ്പോർട്ടും അമ്മയുടെ അനുഗ്രഹം, മാഡത്തിൻ്റെ സപ്പോർട്ട്, പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ സപ്പോർട്ട്, ടീച്ചർമാരുടെ സപ്പോർട്ട്, അച്ഛനമ്മയുടെ സപ്പോർട്ട്, ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പഠിക്കാൻ തോന്നിയത് തന്നെ. സ്കൂൾ നടപ്പാക്കിയ പ്രത്യേക പാഠ്യപദ്ധതിയാണ് നൂറുമേനി വിജയം നേടിത്തന്നതെന്ന് അധ്യാപകരും വ്യക്തമാക്കി. നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് അക്കാഡമിക് വിങ് തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റിവിഷൻസും എക്സാംസും എല്ലാം വെൽ പ്ലാൻഡാണ്. അതനുസരിച്ചുള്ളൊരു ട്രെയിനിങ് ആണ് കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ പഠിപ്പിച്ചതിൽ ഏകദേശം 50% മേളിൽ 90% മാർക്കിന് മുകളിൽ വാങ്ങിച്ചിട്ടുണ്ട്. 15 കൂടുതൽ സെൻറ്റം തന്നെയുണ്ട്. അപ്പം വളരെ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും അതെല്ലാം എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നെല്ലാം സ്ട്രിക്റ്റായിട്ട് നമുക്ക് ഗൈഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. ആ വെൽ പ്ലാനിങ്ങിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും പെർസീവൻസിൻ്റെയും റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സെൻറ്റം എന്ന് പറയുന്നത്. സ്വധർമ്മ പരിപാലനത്തിലും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ജീവിത വിജയത്തിലും അമൃത സ്കൂൾ പ്രധാന പങ്കുവഹിക്കുന്നതായി രക്ഷിതാക്കളും അഭിപ്രായപ്പെടുന്നു. ആക്ച്വലി വി ആർ എക്സ്പെക്ടിങ് ഒരു 95% ഓർ എബവ് അത്രേ നമ്മൾ എക്സ്പെക്ട് ചെയ്തുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പിന്നെ ഈ കൊളീഗ് സ്റ്റുഡൻസിൻ്റെയും അവരുടെ ഒരു വർക്ക് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഒരു റിസൾട്ട് അവനും അച്ചീവ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഈ അമൃത സ്കൂളിൽ തന്നെ ചേർക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഒരു സംസ്കാരത്തിൽ തന്നെ കുട്ടികൾ വളരണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഇതുവരെ അതിനൊരു മാറ്റവും വന്നില്ല. വളരെ സന്തോഷമാണ് എൻ്റെ മോൾക്ക് ഇത്തരം മാർക്ക് കിട്ടിയത്. എൻ്റെ മോൾ മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്തരം ടീച്ചേഴ്സ് പ്രിൻസിപ്പലോട് സപ്പോർട്ട് ഇല്ലാതെ കിട്ടാൻ പറ്റില്ല. സ്കൂളിലെത്തി മധുരവും സൗഹൃദവും സ്നേഹവും പങ്കുവച്ചാണ് വിദ്യാർത്ഥികൾ വിജയം ആഘോഷമാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ സമരം 4 വർഷം പിന്നിട്ടു. കേരയിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണെങ്കിലും പദ്ധതിക്കെതിരെ സമരം നടത്തിയവർ ഇപ്പോഴും നിയമ നടപടികൾ നേരിടുകയാണ്. കേരയിൽ പദ്ധതിയുടെ വിജ്ഞാപനം റദ്ദാക്കുകയും പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുകയും ചെയ്യും വരെ സമരം തുടരുമെന്ന് ജനകീയ സമിതി വ്യക്തമാക്കി. 2022 ഏപ്രിൽ 20-നാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമരം ആരംഭിച്ചത്. മാടപ്പള്ളി റീത്തുപള്ളി ജംഗ്ഷനിൽ സിൽവർ ലൈൻ പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും സ്ത്രീകളെയടക്കം റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഇവിടെ പന്തൽ കെട്ടി സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. 4 വർഷങ്ങൾക്കിപ്പുറം കേരയിൽ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ച മട്ടാണെങ്കിലും പ്രതിഷേധക്കാർക്കെതിരെ ഇപ്പോഴും കേസുകൾ നിലനിൽക്കുകയാണ്. ധാരാളം കേസുകൾ കഴിഞ്ഞ 4 വർഷമായിട്ട് സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ കോട്ടയം ജില്ലയിലെ കാര്യം പറയാനാണെങ്കിൽ സംസ്ഥാനത്തുടനീളം 100 കണക്കിന് കേസുകളിലായിട്ട് കോടതിയിൽ കയറി ഇറങ്ങുകയും ഈ ഫൈൻ അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കെതിരെ ചുമത്തിരിക്കുന്ന കള്ളക്കേസുകളാണ്, മുഴുവൻ കള്ളക്കേസുകളാണ്. ഈ കള്ളക്കേസുകൾ പിൻവലിക്കുകയും ചെയ്യും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പദ്ധതി ഫീസിബിൾ അല്ല എന്നുള്ള ദിനം വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. കേരയിൽ പദ്ധതിക്ക് വേണ്ടി ഇറക്കിയ വിജ്ഞാപനവും പ്രതിഷേധക്കാരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കേസുകളും പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് ജനകീയ സമരസമിതി ചെയർമാൻ ബാബു കുട്ടഞ്ചിറ പറഞ്ഞു. പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനത്തിന് വേണ്ടി 2021 ഓഗസ്റ്റ് 18-നും ഒക്ടോബർ 30-നും സർക്കാർ ബ്ലോക്ക് നമ്പറുകളും സർവേ നമ്പറുകളും ഉൾപ്പെടുത്തി വിജ്ഞാപനം ഇറക്കുകയായിരുന്നു. ആ വിജ്ഞാപനം പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ സമരം തുടരും. അതോടൊപ്പം തന്നെ കേസുകളും പിൻവലിക്കണം. മാടപ്പള്ളിയിലെ സമരം 4 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് സമരപ്പന്തലിൽ സമരപോരാളികളുടെ സംഗമം സംഘടിപ്പിച്ചു. UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത ആന്റോ ആന്റണി MP പറഞ്ഞു. ഈ സിൽവർ ലൈൻ അറബിക്കടലിൽ എന്ന് ഉറച്ച നിലപാടെടുത്ത ഒരു മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. ആ മുന്നണിയുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതി എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടാകും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. നേതാക്കളായ വി ജലാലി, ജോസഫ് M പുതുശ്ശേരി, മിനി കെ ഫിലിപ്പ്, കുഞ്ഞുകോശി പോൾ, S രാജീവൻ, വിനു ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.